ഹലോ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മുടി വളരെ പെട്ടെന്ന് തന്നെ വളരാനും നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെയർ പാക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇതിന് വെറും രണ്ട് സാധനങ്ങൾ മാത്രമാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഉലുവ വെള്ളത്തിലിട്ടതാണ്. ഇത് ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. നിങ്ങളതുപോലെ തന്നെ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുക. നന്നായി കുതിർന്ന ഉലുവ വേണം നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഉലുവ വളരെയധികം നമ്മളുടെ ഹെയർ വളരുന്നതിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. തലയ്ക്ക് തണുപ്പ് നൽകുന്നതും ഹെയർ നല്ല രീതിയിൽ വളരാനും ഉള്ളോട് കൂടി തന്നെ വളരാനും യൂസ് ചെയ്യാൻ പറ്റിയ ഒന്നാണ് ഉലുവ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഫ്ലാക്സീഡാണ്. ഫ്ലാക്സീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്ത്. ഇത് നമുക്ക് ഓൺലൈനായിട്ട് മേടിക്കാൻ പറ്റും. അതല്ലാതെ നോർമൽ ആയുർവേദ കടകളിലും ഇത് കിട്ടും. ഞാനിവിടെ 250ൻ്റെ ഒരു ഫ്ലാക്സീഡിൻ്റെ പാക്കാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള 250 ഗ്രാമിൻ്റെ ഫ്ലാക്സീഡിൻ്റെ പാക്ക്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനിതിന്നൊരു 2-3 സ്പൂണ് ഫ്ലാക്സീഡ് ഇതിലേക്ക് ഉലുവ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് അതിന്ന് ലേശം ഒരു 3 സ്പൂണോളം ഞാനിതിലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ 3 സ്പൂൺ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കേണ്ടത്. നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒരു 8 മിനിറ്റോളം നമ്മളിത് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് അത്യാവശ്യം വെള്ളം ആവശ്യമാണ് ഇതിലേക്ക്. അപ്പോൾ ഞാൻ ഏകദേശം ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ്സോളം വെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമ്മളൊരു 8 മിനിറ്റോളം ഇത് തിളപ്പിക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ഏകദേശം ലോ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ആയിട്ട് 8 മിനിറ്റോളം നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കണം. തിളച്ച് പോവാതെ നോക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തിളപ്പിക്കണം. അപ്പോൾ ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിലായി വരുമ്പോഴാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. എന്നിട്ട് നന്നായി ചൂടാറി വരുമ്പോൾ അത് നല്ലൊരു പശ രൂപത്തിലാവും, നല്ലൊരു ജെല്ലി ടൈപ്പിലാവും. ആ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മാറുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെ ചണ്ടി വേർതിരിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിതാ ഇവിടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കണം. നല്ല രീതിയിൽ ചൂടാറിയതിന് ശേഷം മാത്രമേ നമ്മളിതിന്ന് അതിൻ്റെ ആ ഒരു ജെല്ലി വേർതിരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി ചൂടാറിയ ശേഷം നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇത് നല്ല ജെല്ലി ടൈപ്പിലായിട്ടുണ്ടായിരിക്കും. ഇത് അതേപോലെ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ടായിരിക്കും. ഇനി ഇത് നമുക്ക് വേർതിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനായിട്ട് ഇവിടെ ഒരു നെറ്റിൻ്റെ തുണി എടുത്തിട്ട് അതിലൊഴിച്ചിട്ടാണ് ഇതിന്ന് ചണ്ടിയും ഈ ജെല്ലി ടൈപ്പായിട്ടുള്ളതും വേർതിരിച്ചെടുക്കുന്നത്. നമുക്കിതിൽ നിന്ന് വേർതിരിച്ചെടുത്ത ചണ്ടി ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2-3 തവണ നമുക്കത് യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഈ ഒരു ജെല്ലി പോലുള്ളത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ചയോളം നമുക്ക് യൂസ് ചെയ്യാം. ആഴ്ചയിൽ 2 ദിവസം മാത്രം നമ്മളിത് സ്കാൽപ്പിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇത് യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഓയിൽ നിങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. നല്ല രീതിയിൽ ഹെയർ ഗ്രോത്തിന് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ജെല്ലിയാണിത്. അപ്പോൾ ഞാനിതാ എൻ്റെ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മളിത് സ്കാൽപ്പിലാണ് അപ്ലൈ ചെയ്യുന്നത്. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാനിവിടെ എടുത്തിട്ടുള്ളത് നോർമൽ വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ഒരു ജെല്ലി സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. മുടി ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഓയിൽ നിങ്ങൾ മുന്നേ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യണമെന്ന് പറയുന്നത്. ഇത് നമുക്ക് ആഴ്ചയിൽ ഒരു 2 ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ പാക്കാണിത്. അപ്പോൾ ഞാൻ ആദ്യം സ്കാൽപ്പിൽ വെളിച്ചെണ്ണ തേച്ചതിന് ശേഷമാണ് ആ ഒരു ജെല്ലി സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. നമ്മളിത് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടേ നമ്മൾ കഴുകി കളയാൻ പാടുള്ളൂ. നീരിറക്കത്തിൻ്റെ പ്രോബ്ലം ഉള്ളവർ
നെറുകിലായിട്ട് ഈ ഒരു ഹെയർ പാക്ക് ഇടണമെന്നില്ല. പിന്നെ ഇതങ്ങനെ ഇട്ടെന്ന് കരുതി ഒലിച്ചു പോകുന്നില്ല. നല്ല തിക്കായ കൺസിസ്റ്റൻസിയിലായതുകൊണ്ട് തന്നെ നമ്മളുടെ ഫേസിലേക്ക് ഒലിച്ചിറങ്ങുക അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നല്ല രീതിയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏകദേശം 1 മന്ത് യൂസ് ചെയ്യുമ്പോഴത്തേന് തന്നെ നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട് എന്തായാലും കിട്ടും. അപ്പോൾ ഇതിന് ശേഷമുള്ള നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇത് നമുക്ക് ആഴ്ചയിൽ 2 ദിവസം, അതല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം ഇടവിട്ടിട്ടോ നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നല്ല രീതിയിൽ സ്കാൽപ്പിൽ മാത്രമേ നമ്മളിത് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.